സ്വർണ്ണക്കൊള്ളക്കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായി. ഇന്ന് തന്നെ വിധിയുണ്ടാകും. നേരത്തെ ഒരു കേസിൽ ജാമ്യം ലഭിച്ചിരുന്നു. ഇപ്പോൾ കട്ടളപ്പാളി കേസിലാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത്. ലിജോ റോളൻസ് ആയിരുന്നു. ലിജോ, ഇന്ന് കോടതിയിൽ എന്താണ് ഉണ്ടായത്? ഇന്ന് കോടതിയിൽ ഈ കേസ് എടുക്കുന്ന സമയത്ത് അതിനെ കൃത്യമായിട്ടൊന്ന് പ്രോസിക്യൂഷൻ എതിർത്തിട്ട് കാര്യമില്ല എന്നുകൊണ്ട് തന്നെ ചില കണ്ടീഷൻസ് ഒക്കെയാണ് വെച്ചത്. കാര്യം വലിയ രീതിയിലുള്ള ഒരു തുക അവിടെ കെട്ടിവെക്കുക മുതലായ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അക്കാര്യത്തിലൊക്കെ ഇനി കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ കോടതി നടപടിക്രമങ്ങൾ, അതായത് ഇനി ഓർഡേഴ്സ് എന്ന് പറഞ്ഞത് മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഒരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് കോടതിയിൽ നിന്നും ഇറങ്ങും എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദ്വാരപാലക ശില്പക്കേസിൽ നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് കട്ടളപ്പാളി കേസിൽ റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായതിനു പിന്നാലെ ആ കേസിൽ കൂടി ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. അതിലാണ് ഇന്ന് തന്നെ ഒരുപക്ഷെ ഉത്തരവ് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രോസിക്യൂഷൻ ഉന്നയിച്ച, അതായത് ഏത് കണ്ടീഷൻസ് വെച്ചാലും കുഴപ്പമില്ല, പക്ഷേ ജാമ്യം വേണം എന്നുള്ളൊരു കാര്യത്തിൽ തന്നെയാണ് പ്രതിഭാഗം ഉറച്ചു നിന്നത്. കോടതി അക്കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഒരു ഉത്തരവ് ഇറക്കുമെന്നുള്ളത് തന്നെയാണ് അഭിഭാഷകരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതിയിൽ തന്നെ തുടരുകയാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. 14 ദിവസത്തേക്ക് റിമാൻഡ് നീട്ടുക കൂടെ ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവാഭരണം മുൻ കമ്മീഷണറായിട്ടുണ്ടായിരുന്ന KS ബൈജുവിൻ്റെ ജാമ്യ ഹർജി കഴിഞ്ഞ ദിവസം ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്ന് കോടതിയുടെ പരിഗണനയിലേക്ക് എടുത്തു. അതിൽ വിശദമായ വാദം കേൾക്കുന്നതിന് വേണ്ടി 11-ാം തീയതിയിലേക്ക് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അജിംസ്.